എല്ലാം കഴിഞ്ഞപ്പോൾ കെ ബി ഗണേഷ് കുമാറും അയ്യപ്പന്മാരെ ദ്രോഹിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ. അങ്ങനെ സങ്കടകരമായ ചില വാർത്തകൾ വരുന്നുണ്ട്. ഗണേഷ് കുമാർ അറിഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ടില്ല എങ്കിൽ ഗണേഷ് കുമാർ ഇടപെടണം. കാരണം കേരളത്തിൽ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിലേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അവർ വളരെ വിശ്വാസത്തോടെ ഭഗവാനെ കാണാൻ അവരുടെ വാഹനങ്ങളൊക്കെ അലങ്കരിച്ച് ഭക്തിപൂർവ്വം മലയാളി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിഷ്ഠയോടെ വ്രതമെടുത്താണ് വരുന്നത്. അവർ കേരളത്തിൽ വരുമ്പോൾ അവരെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുമ്പ് നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ജി സുധാകരൻ സഖാവ് GS പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങൾ ശബരിമലയിലെ നടവരുവ് 350 കോടി 400 കോടി എന്ന് കരുതരുത്. ഒരു മകരവിളക്ക് മണ്ഡലകാല സീസണിൽ കേരളത്തിൽ മിനിമം 10,000 കോടി രൂപ വരുന്നുണ്ട്. കേരളത്തിലെ എമ്പാടും അയ്യപ്പ ഭക്തന്മാർ വരുമ്പോൾ അതുമായി ബന്ധം നടവരവും മാത്രമല്ല, അവർക്ക് സഞ്ചി വാങ്ങുന്നത്, തേങ്ങ വാങ്ങുന്നത്, നെയ്യ് വാങ്ങുന്നത്, കറുത്ത വേഷം വാങ്ങുന്നത്, വണ്ടിക്കൂലി അല്ലേ, പോകുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകൾ, ഇങ്ങനെ മൊത്തം കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു വർഷം 10,000 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് അയ്യപ്പന്മാർ സംഭാവന ചെയ്യുന്നത്. തിരിച്ച് അയ്യപ്പന്മാർക്ക് എന്താ ചെയ്യുക? ഒരു സൗകര്യമില്ല ശബരിമലയിൽ പോയാൽ. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു, അയ്യപ്പന്മാർക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാലാണ് അത് വാർത്തയാവുന്നത്. അവിടെ മതിയായ സാനിറ്റേഷൻ സൗകര്യങ്ങളില്ല, ടോയ്ലറ്റ് സംവിധാനങ്ങളില്ല, വൃത്തിയില്ല, ഹൈജീനല്ല, ഇങ്ങനെ കന്നുകാലികളെ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. പോലീസുകാരെക്കുറിച്ച് പോലും ഇപ്പോൾ പരാതി വരുന്നുണ്ട്. പോലീസുകാരൊക്കെ പണ്ടൊക്കെ ഈ 18-ാം പടി കയറുമ്പോൾ സ്വാമിയെന്ന് വിളിക്കുക, അയ്യപ്പന്ന് വിളിക്കുക, എടാ പോടാ എന്നൊക്കെ വിളിക്കുന്ന പോലീസുകാരുടെ എണ്ണം ശബരിമലയിൽ കൂടി വരുന്നു എന്നാണ് പറയുന്നത്. ഇത് ഗണേശനെക്കുറിച്ച് കുറ്റം പറയാനല്ല. അപ്പോൾ ഇതൊരു മൊത്തത്തിൽ സംസ്ഥാനത്ത് വരുന്ന അയ്യപ്പന്മാരോട് എടുക്കുന്ന നിലപാടാണ്. ഇപ്പം നോക്കൂ, നമ്മുടെ ശബരിമലയിലേക്ക് പമ്പ വഴി പോകുന്നവരുണ്ട്, എരുമേലി വഴി പോകുന്നവരുണ്ട്. എരുമേലി വഴി പോകുന്ന അയ്യപ്പന്മാരെ വല്ലാത്ത തരത്തിൽ ഗണേഷ് കുമാറിൻ്റെ കീഴിലുള്ള ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ കൊള്ളയടിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം അവിടെ വരുന്ന വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യും. മുമ്പൊക്കെ ഈ MVDയുടെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്നതെന്നറിയോ, ഈ വരുന്ന അയ്യപ്പന്മാർക്ക് അവിടെ ഗതാഗത കുരുക്കുണ്ടാവും, അവരുടെ വണ്ടി കേടാവും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മുൻ വർഷങ്ങളിലൊക്കെ ഇതേ ഗണേഷ് കുമാറിൻ്റെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചു പറഞ്ഞാൽ അവരിതിനുള്ള സഹായം കൊടുക്കും. അയ്യപ്പന്മാർക്ക് വലിയ സർവീസാണ് മോട്ടോർ വാഹന വകുപ്പ് കൊടുത്തിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ കഥയങ്ങ് മാറിയിരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പ് അയ്യപ്പന്മാർക്ക് എന്തെങ്കിലും ഫെസിലിറ്റി കൊടുക്കാനല്ല, അവിടെ വരുന്ന അയ്യപ്പന്മാരുടെ വാഹനങ്ങൾ പരിശോധിക്കുക. അന്ന് ചിലർക്ക് അയ്യപ്പൻ്റെ ശബരിമല പോലെയുള്ള കൂടാരം ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരും, എക്സ്ട്രാ ഫിറ്റിംഗ് വെക്കും, കുറച്ച് ലൈറ്റൊക്കെ ഇടും, പാട്ട് വെക്കും. ഇപ്പം ചില വണ്ടിയിൽ ഈ സ്വാമിയെ പോറ്റിയെ കെറ്റിയെ എന്നുള്ള പാട്ട് വെച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ അയ്യപ്പന്മാർ വന്നു. ഇനി അതിന് ഈ ഗണേഷ് കുമാറിന് ചൊറിഞ്ഞതാണോ എന്നറിയത്തില്ല. ഗണേഷ് കുമാർ അറിഞ്ഞതല്ലെങ്കിൽ ഗണേഷ് കുമാർ ക്ഷമിക്കുക, അത് നിങ്ങൾ അറിഞ്ഞിട്ടല്ല എന്ന് പറയാം. പക്ഷേ നിങ്ങളിത് അറിയുമ്പോൾ നിങ്ങൾ ഇടപെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെത്തുന്ന ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ പേരിൽ മന്ത്രി ഗണേഷ് കുമാറിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്, അയ്യപ്പന്മാരെ നിങ്ങളുടെ ഗതാഗത വകുപ്പിൻ്റെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ എരുമേലിയിലുമൊക്കെ വല്ലാതെ കൊള്ളയടിക്കുന്നു. അവർ വന്നിട്ട് ഈ തമിഴ്നാട്ടിലേക്ക് വരുന്ന സീറ്റ് എത്രയുണ്ട്, എത്ര പേര് വന്നിട്ടുണ്ട്, എന്നാൽ പിടിച്ചോ 20,000 രൂപ ഫൈൻ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരു വാഹനത്തിന് ആകെയുള്ള വാടക ചിലപ്പോൾ 20,000 രൂപയായിരിക്കും. അങ്ങനെ ഇവർക്ക് 20,000-വും 30,000-വും ഒക്കെ ഫൈൻ അടയ്ക്കുന്നു. വണ്ടിയുടെ കളറ്, ഇവിടെ ഇപ്പോൾ ഗണേഷ് കുമാർ വലിയ പരിഷ്കാരം കൊണ്ടുവന്നു. ഇവിടെ ഓടുന്ന ടൂറിസ്റ്റ് വണ്ടികൾക്കൊക്കെ വെള്ള പെയിൻറ്റേ പാടുള്ളൂ, വേറെ ചിത്രങ്ങളൊക്കെ വെച്ചാൽ മോട്ടോർ അപകടം ഉണ്ടാകുന്നു. അപ്പോൾ ഈ അപകടം ഉണ്ടാകുന്നത് പോകുന്ന വഴിക്ക് വഴിയരികിൽ വലിയ ഹോർഡിങ്സുകളുണ്ട് ഗണേഷ് കുമാറെ, അർദ്ധനഗ്നയായ സ്ത്രീകൾ നിൽക്കുന്ന ചിത്രങ്ങൾ, അത് നോക്കി വണ്ടി ഓടിച്ചാൽ അപകടം ഉണ്ടാകത്തില്ലേ? KSRTC ബസ്സിൽ പരസ്യമില്ലേ? KSRTC എന്നിട്ട് നിങ്ങൾ തന്നെ KSRTC ബസ്സിൽ പരസ്യം വെക്കുന്നതിന് ഇളവ് വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയി പെറ്റീഷൻ വാങ്ങിച്ചില്ലേ? ഇപ്പോൾ കേരളത്തിലെ ഈ റോഡ് സുരക്ഷയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ വാഹനങ്ങളിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നതാണോ? ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും പ്രശ്നം, കേരളത്തിൽ മാത്രം അപകടം ഉണ്ടാക്കും. എന്ത് വാഹനങ്ങളിൽ മനോഹരമായ സൂപ്പർമാൻ്റെ സ്പൈഡർമാൻ്റെ ഒക്കെ പടമൊക്കെ വെച്ചിട്ടാണ് ടൂറിസ്റ്റ് ബസ്സുകൾ ഓടിയിരുന്നത്, അത് അപകടം ഉണ്ടാക്കും. നിങ്ങൾ എക്സ്ട്രാ ലൈറ്റുകളുടെ കാര്യം പറഞ്ഞാൽ വേണ്ട മനസ്സിലാക്കാം. ഈ ലൈറ്റുകളൊക്കെ, വർണ്ണ ലൈറ്റുകൾ, ലേസർ ലൈറ്റുകളൊക്കെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെളിയിച്ചാൽ പിന്നാലെ വരുന്ന വാഹനങ്ങൾക്ക് അപകടം ഉണ്ടാകും, കണ്ണിലൊക്കെ അടിച്ച്. പക്ഷേ ചിത്രങ്ങൾ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ അന്യ സംസ്ഥാനത്ത് വരുന്ന വാഹനങ്ങൾക്ക് ആ ചിത്രങ്ങൾ ഇട്ട് ഇതിൽ ഓടുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തിൽ മാത്രം, എന്നിട്ട് മാത്രമല്ല അത് ഒരുപാട് പരിഷ്കാരമൊക്കെ നടത്തിയല്ലോ. കേരളത്തിലെ KSRTC ബസ്സുകളുടെയൊക്കെ പെയിൻറ്റ് മാറ്റി അദ്ദേഹത്തിൻ്റെ മകൻ്റെ സുഹൃത്ത് കൊണ്ടുവന്നൊരു ഡിസൈൻ പ്രകാരമാണ് പുതിയ ബസ്സുകൾ ഇറങ്ങുന്നതെന്ന് ഞാൻ എവിടെയോ വായിച്ചിരുന്നു. ശരിയാണെന്ന് എനിക്കത് പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ കുറേ പരിഷ്കാരമൊക്കെ വരുത്തി. ഗണേഷ് കുമാർ ഒരു നല്ല മന്ത്രിയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല, എനിക്ക് ഒരാക്ഷേപവുമില്ല. ഗണേഷ് കുമാർ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്നൊരു മന്ത്രിയാണ്. പക്ഷേ അയ്യപ്പന്മാരുടെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ഗണേഷ് കുമാറിൻ്റെ കീഴിലുള്ള MVD ഉദ്യോഗസ്ഥർ എരുമേലിയിലൊക്കെയുള്ള എത്തുന്ന അയ്യപ്പന്മാരെ, അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവരെ വല്ലാതെ ഉപദ്രവിക്കുന്നു? ലൈറ്റ്, സീറ്റിൻ്റെ എണ്ണം, പിന്നെ എന്താണ്
ഈ വാഹനങ്ങളുടെ പെയിൻറ്റ്, അതിലെ ഡിസൈനൊക്കെ പറഞ്ഞിട്ട് വലിയ ഫൈൻ അടിക്കുക എന്ന് പറഞ്ഞാൽ. ഗണേഷ് കുമാർ ഇപ്പോഴും ഹിന്ദു അല്ലേ? ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ്റെ പേര് ആർ ബാലകൃഷ്ണപിള്ള എന്നാണ്. കീഴൂട്ട് ബാലകൃഷ്ണപിള്ള, കെ ബി ഗണേഷ് കുമാർ, കീഴൂട്ട് ബാലകൃഷ്ണപിള്ള, ഗണേഷ് കുമാർ എന്നാണ് അല്ലേ? അതെ. അങ്ങനെ ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഗണേഷ് കുമാർ കേരളത്തിലെ ഒരു പൗരാണികമായ ഹിന്ദു നായർ തറവാട്ടിലെ ഗംഭീരനായ, എന്ന് തന്നെ പറയും, ഗംഭീരനായ ഒരു അച്ഛൻ്റെ മകനാണ്. ഒരു തർക്കം. ആൽ ബാലകൃഷ്ണപിള്ള തലയെടുപ്പുള്ള ഒരു നേതാവാണ്. കേരളത്തിലെ ഈ തലയെടുപ്പുള്ള കൊമ്പൻ എന്ന് പറയുന്ന ഒരാളാണ് ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ. പിന്നെ അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, വളരെ സ്വകാര്യമായ വ്യക്തിപരമായ കാര്യം. പക്ഷേ ഗണേഷ് കുമാർ ഹിന്ദു ആയി എന്ന് കേട്ടിട്ടില്ല, അല്ല ഹിന്ദു മതം വിട്ടു എന്ന് കേട്ടിട്ടില്ല. പക്ഷേ പെന്തക്കോസ്തുകാരുടെ പരിപാടികളൊക്കെ പങ്കെടുക്കാറുണ്ട്. തൻ്റെ ജീവിതത്തിൽ വല്ല പ്രതിസന്ധി ഉണ്ടായപ്പോൾ തന്നെ തൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചു എന്ന് അവിടെ പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഉഷ മോഹൻദാസ് പെന്തക്കോസ്തിൽ ചേർന്നു എന്ന് പറഞ്ഞ വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു. അതൊരു കൺഫർമേഷൻ എനിക്കറിയില്ല. അതിങ്ങനെയൊക്കെ ഓരോ കഥകളിങ്ങനെ വരും, സോഷ്യൽ മീഡിയയിലൊക്കെ വരാറുണ്ട്. എന്നാൽ പോലും ഇത് പെന്തക്കോസ്തിൽ ചേരണോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ നിൽക്കണോ, ഹിന്ദു മതം വിടണോ, ഇതൊക്കെ ഒരാളുടെ സ്വകാര്യ താല്പര്യമാണ്. അതൊന്നും പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിന് ദ്രോഹം വരുത്താൻ തീരുമാനിച്ചാൽ അത് കുഴപ്പമാണ്. അത് മാത്രം നമ്മൾ നോക്കിയാൽ. പക്ഷേ ഇപ്പോൾ ഞാനിപ്പോഴും പറയുന്നത്, അവിടെ ഇപ്പോൾ സർക്കാരിന് കാശില്ലാത്തതുകൊണ്ട് പരമാവധി കാശ് ഇപ്പോൾ അയ്യപ്പന്മാരെ കുത്തിപ്പിടിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഗണേശൻ്റെ MVD ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാണെങ്കിൽ ഗണേശ ഒന്ന് ഇടപെടണം. അത് വേണ്ടതാണ്. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. കാരണം പല അയ്യപ്പന്മാരും വന്നിട്ട് അവസാനം നിരാശയോടെ കണ്ണീരോടെ പോകുന്നു. ഞങ്ങൾ ഇനി ആളുകളെ കൊണ്ട് ശബരിമലയ്ക്ക് വരുന്നില്ല. ശബരിമലയ്ക്ക് ഇനി ആൾ വരരുത് എന്ന് കെ ബി ഗണേഷ് കുമാർ ആഗ്രഹിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നവരുണ്ട്. കാരണം ഇടതുപക്ഷത്തിന് ആളുകൾ ശബരിമലയ്ക്ക് വരാൻ പാടില്ല. അങ്ങനെ വരാതാകുമ്പോൾ ശബരിമലയ്ക്ക് നിത്യനിദാന ചിലവുകൾ നടത്താൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവണം. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ ദിവസം ചോദിച്ച ചോദ്യമില്ലേ, അല്ല ഈ ശബരിമലയിൽ നട എല്ലാ മാസവും എല്ലാ ദിവസവും തുറന്നാൽ എന്താണ്, 365 ദിവസവും ശബരിമല നട തുറക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ പേര് എല്ലാ ദിവസവും തീർത്ഥാടകർ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടേക്ക് വരാൻ വേണ്ടി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അവിടെ ഒരു വിമാനത്താവളം പണിയണം. ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആയിരുന്നു, ബ്രിട്ടീഷുകാരുടെ പ്രോപ്പർട്ടിയായിരുന്നു. ബ്രിട്ടീഷുകാർ നോക്കി നടത്താൻ നാട്ടിലുള്ളവരെ ഏൽപ്പിച്ചിരുന്നായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാർ പോയതോടെ ബ്രിട്ടീഷുകാരുടെ ഉള്ള മുഴുവൻ പ്രോപ്പർട്ടികളും ആരുടെയിലായി, സർക്കാരിൻ്റെ ആയി. എന്നാൽ കേരള സർക്കാർ എന്ത് ചെയ്തു, അത് കേരള സർക്കാരിൻ്റെ ആയി ഏറ്റെടുക്കാതെ വന്നു. അങ്ങനെ ഹൈക്കോടതി കേസ് വന്നു. കേസ് വന്നപ്പോൾ ആ കേസ് സർക്കാർ അങ്ങ് തോറ്റുകൊടുത്തു. ആ കേസിൽ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്ത് നല്ല നിലപാടെടുത്ത സുശീല ഭട്ട് എന്ന് പറയുന്ന ഗവൺമെൻറ് ബിൽഡറെ മാറ്റിയിട്ട് കേസങ്ങ് തോറ്റു കൊടുത്തു. അങ്ങനെ ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ആരുടെയായി, KP യോഹന്നാൻ്റെ ആയി. സർക്കാരിൻ്റെ ഭൂമി യോഹന്നാന് കിട്ടുമാറ് നമ്മളങ്ങ് തോറ്റു കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചെറുവള്ളിയിൽ വിമാനത്താവളം വരാൻ വേണ്ടിയിട്ട് ഈ ഭൂമി വിലയ്ക്ക് മേടിക്കും. അതായത് നമ്മൾ കേരള സർക്കാരിൻ്റെ പ്രോപ്പർട്ടി കാശ് കൊടുത്ത് മേടിക്കും. അപ്പോൾ ഒരു വിമാനത്താവളത്തിന് വേണ്ട 1270 ഏക്കർ ഭൂമിയോ മറ്റാണ് വേണ്ടത്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്തു, ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ മേഖലയിൽ 2500 ഏക്കർ മേടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഹൈക്കോടതി ചോദിച്ചാൽ കൊച്ചി വിമാനത്താവളത്തിന് പോലും 1750 ഏക്കർ സ്ഥലത്തിൻ്റെ ആവശ്യമുള്ളൂ, പിന്നെ നിങ്ങളതിനെ 2500 മേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉത്തരവില്ല. കാരണം 2500 മേടിച്ചാലല്ലേ കേരള സർക്കാരിൻ്റെ ഭൂമി തന്നെ കാശ് കൊടുത്ത് മേടിക്കുകയും അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ശബരിമല വിമാനത്താവളം വരുന്നു. ഒരു വിമാനത്താവളം വയബിളാവണമെങ്കിൽ എല്ലാ ദിവസവും യാത്രികർ വരണം. യാത്രികരിൽ പുരുഷന്മാർ മാത്രം വന്നാൽ പോരാ, യുവതികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളും വരണം. യുവതി പ്രവേശനത്തിൻ്റെ സൂത്രം അവിടെയാണ്. അങ്ങനെ വരുമ്പോൾ 365 ദിവസവും നട തുറക്കുന്നു, വിമാനത്തിൽ ആൾ വരുന്നു. ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമായി കോവളം ബീച്ചായിട്ട് മാറണം, മലമുകളിലെ കോവളം ബീച്ച് പോലെയായിട്ട് മാറണം. ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ അജണ്ട എന്നൊരു ആക്ഷേപം പണ്ടേ ഉണ്ട്. അതിന് അരുണിക്കുമാർ ഇനി തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന അയ്യപ്പന്മാർ ഇങ്ങനെ വണ്ടിയും വെള്ളമൊന്നും പിടിച്ച് ഇങ്ങോട്ട് വരണ്ടടാ, വന്നാൽ നിന്നെ നല്ല ഫൈനടിച്ച് നിന്നെ കുത്തുപാള എടുപ്പിക്കും എന്നൊരു നിലപാടിലേക്ക് കീഴൂട്ട് ബാലകൃഷ്ണപിള്ള മകൻ ഗണേശൻ മാറിയതാണോ എന്ന് സംശയിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള, ഗണേശനെ അറിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. അറിയാതെ സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ പ്രിയപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങനെ പറയണമെന്നല്ലേ പറയുന്നത്, ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങയുടെ വകുപ്പിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശബരിമലയിലെത്തുന്നവർ തീർത്ഥാടകരാണെന്ന് കണ്ട് അവരോട് കാരുണ്യത്തോടെ പെരുമാറാൻ പറയണം. അവരെ കൊള്ളയടിക്കുന്ന കായംകുളം കൊച്ചുണ്ടിമാരായിട്ട് അവർ മാറുന്നുണ്ട്. അവരെ നിലക്ക് നിർത്താൻ അങ്ങ് തയ്യാറായില്ലെങ്കിൽ ശബരിമലയെ തകർക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിലെ മന്ത്രി ഗണേഷ് കുമാറിനെ കൂടി ഉൾപ്പെടുത്താൻ കഴിയും. അത് ഗണേഷ് കുമാറിൻ്റെ ഭൂഷണമല്ല. ശബരിമല ഇരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരത്തെ മന്ത്രിയാണെങ്കിൽ, അല്ലെ പത്തനാപുരം പത്തനംതിട്ടയാണ്, അല്ല കൊല്ലമാണ്, വലിയ വ്യത്യാസമില്ല. എന്തായാലും അടുത്താണ്, ജില്ല മാറിപ്പോയെന്നേ ഉള്ളൂ. ഏതായാലും പത്തനാപുരത്തെ MLA ആയ ഗണേഷ് കുമാർ അയ്യപ്പന്മാരെ ദ്രോഹിക്കാൻ ഈ മോട്ടോർ വാഹന വകുപ്പിലെ
ഹിന്ദു വിരുദ്ധരായ, കാരണം ഈ ഹിന്ദു വിരുദ്ധനായതുകൊണ്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനോട് ഇത്തിരി സ്നേഹമുണ്ടെങ്കിൽ അയ്യപ്പന്മാരല്ലേ, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്ന് വരുന്നവരല്ലേ, അവർ വന്ന് തൊഴുത് ഭഗവാനെ കണ്ടിട്ട് പോട്ടെ എന്ന് തീരുമാനിക്കാതെ അവരുടെ പക്കലുള്ള ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ച് വരുന്നവരിൽ 30,000 രൂപയൊക്കെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും? വന്നിരിക്കുന്ന അയ്യപ്പന്മാരുടെ കയ്യിൽ നിന്നൂടെ കാശ് മേടിച്ച് ഫൈൻ അടയ്ക്കും. തിരിച്ച് ഈ അയ്യപ്പന്മാർ പട്ടിണിക്ക് പോകേണ്ടി വരും അല്ലേ? അതെ. ഡീസൽ അടിക്കാൻ കാശുണ്ടാവത്തില്ല. ഇത് കൊള്ളയാണ്. അയ്യപ്പന്മാരെ കൊള്ളയടിക്കുകയാണ് ഗണേഷ് കുമാറെ. എരുമേലി മേഖലയിൽ നിങ്ങളുടെ MBDയിലെ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളത് നിലക്ക് നിർത്തണം. കാരണം അയ്യപ്പന്മാരെ കൊള്ളയടിക്കാൻ കായംകുളം കൊച്ചുണ്ണിമാരെ വിടുന്ന ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ദയവായി നിങ്ങളുടെ മോട്ടോർ വാഹന വകുപ്പിനെ മാറ്റാതിരിക്കുക. നിങ്ങളതിന് നടപടി എടുക്കുന്നില്ലെങ്കിൽ നിങ്ങളതിൻ്റെ ഭാഗവാക്കാണെന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അയ്യപ്പന്മാരെ ദയവായി ദ്രോഹിക്കരുത്. ഒരു കാര്യം ചെയ്യണം, ഒരു സഹായം വേണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിലെ ലോഗോ IND ലൈവ് എന്ന് കിടന്ന ലോഗോയുടെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ചാനൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബാറിലൊന്ന് അമർത്തുക. എന്നിട്ട് ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾ സഹായിക്കലാണ് ചെയ്യുക. അതോടെ നിരന്തരം മറ്റുള്ളവർ പറയാത്ത വാർത്തകളുമായി ഞങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മുന്നിലെത്താൻ കഴിയും. സഹായിക്കണം.